ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സീറോ മലബാർ സഭ നിർമ്മല തിങ്കൾ ദിനത്തിൽ നെറ്റിയിൽ കുരിശാകൃതിയിൽ ചാരം പൂശിക്കൊണ്ട് സൗമാറമ്പ അഥവാ വലിയ നോമ്പ് ആരംഭിച്ചു. കത്തോലിക്കാ സഭയുടെ മുഴുവൻ വാർഷിക ധ്യാനമാണ് വലിയ നോമ്പെന്നാണ് പറയുന്നത്. ലത്തീൻ സഭ വിഭൂതി ബുധനാഴ്ച നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് തപസ്സുകാലം ആരംഭിച്ചു. തപസ്സുകാലം എന്നാണ് പറയുക. തപസ്സെന്ന വാക്ക് താപം എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ്. താപം എന്ന് പറഞ്ഞാൽ ചൂട് എന്നാണ് അർത്ഥം. തണുപ്പ് എപ്പോഴും സുഖത്തിന്റെ പ്രതീകമാണെങ്കിൽ ചൂട് സഹനത്തിന്റെ പ്രതീകവുമാണ്. ത്യാഗം സഹിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാലം എന്നൊരു സൂചനയുണ്ട്. ഭക്ഷണം കുറയുമ്പോഴും പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശരീരം ചൂടാകും, ശരീരം ദുർബലമാകും. പക്ഷെ ശരീരം ദുർബലമാകുമ്പോൾ ആത്മാവ് ശക്തി ആർജിക്കും. ലോകസുഖങ്ങളുടെ മേൽ ആത്മാവ് വിജയം നേടും. കുരിശാകൃതിയിലാണ് നെറ്റിയിൽ ചാരം പൂശുന്നത്. അതായത് ക്രൂശിതനോടൊപ്പമുള്ള സഹനമാണ് സൂചിപ്പിക്കുന്നത്. സഹനം എപ്പോഴും വിജയത്തിലാണ് എത്തുക. ഈശോ കുരിശിൽ സഹിച്ചു, ഉദ്ധാനത്തിലെത്തി. ആ ക്രൂശിതനോടൊപ്പം നാം സഹിക്കുമ്പോൾ നമ്മളും ഉദ്ധാനത്തിലെത്തും, വിജയത്തിലെത്തും എന്നതാണ് സൂചന. കുരിശ് രക്ഷാകരമാണ്. ചാരം വിശുദ്ധീകരണ ശക്തിയുള്ളതാണ്. നമ്മുടെ പൂർവികർ പാത്രം വൃത്തിയാക്കാനൊക്കെ ചാരമാണ് ഉപയോഗിച്ചിരുന്നത്. ശുദ്ധീകരണ ശക്തി ചാരത്തിനുണ്ടെന്ന്, അതായത് ദഹനബലിയിൽ അവശേഷിക്കുന്ന ചാരം വിശുദ്ധീകരണ ശക്തിയുള്ളതാണെന്ന് സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ചാരം മനുഷ്യന്റെ നിസ്സാരതയെ സൂചിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി 18-ൽ അബ്രഹാം വിളിച്ചു പറയുന്നുണ്ട്, പൊടിയും ചാരവുമായ ഞാൻ എന്നൊക്കെ. പശ്ചാത്താപത്തിന്റെയും പ്രതീകമാണ് ചാരം. നിനവേക്കാർ ചാക്കൊടുത്ത് ചാരം പൂശിയപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചെന്നും നെഞ്ചോട് ചേർത്തെന്നും യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ നിസ്സാരനാണെന്നും അവൻ മണ്ണിലേക്ക് മടങ്ങും എന്നുമൊക്കെ ഉൽപ്പത്തി 3:19 നാം വായിക്കുന്നുണ്ട്. ചാരത്തിന്റെ ആഘോഷമായ, വിശുദ്ധീകരണത്തിന്റെ ആഘോഷമായ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമുക്ക് വിശുദ്ധിയോടെ നോമ്പാചരണത്തിൽ പങ്കെടുക്കാം. ആമേൻ.